ഇങ്ങനെ ഒരു പ്രതീക്ഷ ജീവിതത്തിലേക്ക് ഏറ്റെടുക്കാൻ ഒരു കുഞ്ഞ് ജനിക്കുന്നതിന്റെ മുമ്പ് തന്നെ, അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ വളർന്നു വരുമ്പോ അല്ലാ എന്റെ കുഞ്ഞാരാകണം എന്ന് സ്വപ്നം കാണാൻ ദീനെ പഠിപ്പിക്കുകയാണ്. എന്തിനാ നമ്മളെ കുഞ്ഞുങ്ങളെ വളർത്തുന്നത്? നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ നിന്നാണ് 25 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ ഉമ്മയോട് കൊടുവാള് വാങ്ങിയിട്ട് ഉമ്മ തേങ്ങ വെട്ടാനാണെന്ന് പറഞ്ഞിട്ട് മടവാട് കയ്യിൽ വാങ്ങി 20ഓളം വെട്ടിയിട്ട് ഉമ്മയെ കൊലപ്പെടുത്തിയത്. യാതൊരു സങ്കോചവുമില്ലാതെ, ഒരു മനോവേദനയുമില്ലാതെ, ഒരു പ്രയാസവുമില്ലാതെ പോലീസുകാരുടെയും പത്രത്തിന്റെയും മുമ്പിൽ അവൻ ഹാജരാക്കപ്പെടുമ്പോ, മീഡിയകളിലൂടെ അവന്റെ മുഖം കാണുമ്പോ ഭയമുണ്ട്, മുഅ്മിനീങ്ങളെ, സങ്കടമുണ്ട്, വല്ലാത്ത ആശങ്കയുണ്ട്. വളർന്നു വരുന്ന തലമുറയെ കുറിച്ച് എങ്ങോട്ടാണ് ഈ പോക്ക്, എങ്ങോട്ടാണ് ഈ സഞ്ചാരം എന്ന ഭയം നമ്മളെ ഭീതിപ്പെടുത്തുകയാണ്. ഉപ്പയില്ലാതെ വളർന്ന കുഞ്ഞിനെ മാതാവാണ് വളർത്തിയത്, മാതാവാണ് സ്നേഹം കൊടുത്തത്, മാതാവാണ് ആ കുഞ്ഞിനെ തന്റെ എല്ലാം നഷ്ടപ്പെടുത്തി, തന്റെ എല്ലാം സമർപ്പിച്ച് വളർത്തിക്കൊണ്ടുവന്ന കുഞ്ഞ്. ആ കുഞ്ഞിന്റെ കൈകളിൽ നിന്ന് 20ഓളം വെട്ടിയിട്ടിട്ടും മരണപ്പെടുമ്പോൾ പത്രക്കാരുടെ മുമ്പിൽ അവൻ പറയാണ്, ഞാൻ എന്റെ ശിക്ഷ നടപ്പിലാക്കി കഴിഞ്ഞു, എന്റെ മാതാവിനുള്ള ശിക്ഷയാണ് ഞാൻ നടപ്പിലാക്കിയതെന്ന ചോദ്യത്തിന്, മോനെ, പാവപ്പെട്ട നിന്റെ ഉമ്മ ചെയ്ത തെറ്റെന്താണ്? മുഅ്മിനീങ്ങളെ, നമ്മുടെ ഭീതിപ്പെടുത്തുകയാണ്. കോഴിക്കോട് ജില്ലയിൽ നിന്നാണ് നമ്മളത് കേട്ടത്, നമ്മുടെ ജില്ലയിൽ നിന്നാണ്, അല്ലെങ്കിൽ നമ്മുടെ അയൽ പ്രദേശങ്ങളിൽ നിന്നാണ് ഇങ്ങനെ ഒരു അനുഭവം നമ്മൾ അനുഭവിക്കുന്നതെന്ന് വരുമ്പോ, മുഅ്മിനീങ്ങളെ, പത്രക്കാരുടെ ചോദ്യം, മോനെ, നിന്റെ മാതാവ് നിന്നോട് ചെയ്ത തെറ്റെന്താണ്? എന്തിനാണ് എന്റെ ഉമ്മ എന്നെ ലോകത്തേക്ക് പ്രസവിച്ചത്? എന്നെ ലോകത്തേക്ക് പ്രസവിച്ചതിന്റെ ശിക്ഷയാണ് ഞാൻ നടപ്പിലാക്കിയത്. എന്ത്? 25 വയസ്സുള്ള ചെറുപ്പക്കാരൻ 20 വെട്ടിയിട്ട് ഉമ്മയെന്ന് കൊന്നുകളഞ്ഞിട്ട് പറയാൻ, എന്തിനാണ് എന്നെ പ്രസവിച്ചത്? എന്നെ പ്രസവിച്ചതിനാ എന്റെ ഉമ്മാനെ കൊന്നത്. സുബ്ഹാനല്ലാഹ്. ഈ ഒരു കാലഘട്ടത്തിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് നമ്മൾ ഇനി പ്രതീക്ഷിക്കുകയാണ്, സ്വപ്നം കാണുകയാണ്. പ്രതീക്ഷയില്ലാത്ത ജീവിതത്തിൽ നിന്ന് ഭൗതികമായ താല്പര്യങ്ങളല്ല, എനിക്ക് പ്രായമാകുമ്പോ സംരക്ഷിക്കാനാണ്, എന്റെ കൈ പിടിക്കാനാണ്, എനിക്ക് കൂട്ടാകാനാണ് എന്ന് സ്വപ്നം കാണുന്നതിനപ്പുറം നിന്റെ ദീനിന് ഉപകാരപ്പെടുന്ന മകനായി വളരാനാണ്, നിന്റെ ദീനിന് ഉപകാരപ്പെടുന്ന മകളായി ജീവിക്കാനാണ് എന്ന് മക്കളെ സ്വപ്നം കാണാൻ തുടങ്ങണം. അങ്ങനെ ആഗ്രഹിക്കണം. അങ്ങനെ ആഗ്രഹിക്കുന്നവരെ കുറിച്ചാണ് പരിശുദ്ധമായ ഖുർആൻ നമ്മളോട് പറഞ്ഞത്. വഇബാദുർ റഹ്മാനില്ലദീന യംശൂന അലൽ അർളി ഹൗനാ. ആരാണ് അല്ലാഹുവിന്റെ അടിമകൾ, അല്ലാഹുവിന്റെ കാരുണ്യവാന്റെ ദാസന്മാർ എന്ന ടൈറ്റിൽ കൊടുത്ത ആളുകൾ ആരാണ്? വല്ലദീൻ, ഒരു വിഭാഗം ആളുകളുമാണ്. അവർ ദുആ ചെയ്യണം. എന്ത്? റബ്ബനാ, ഞങ്ങളുടെ രക്ഷിതാവേ, ഹബ്ലനാ, നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാ, മിൻ അസ്വാജിനാ, ഞങ്ങളുടെ ഭാര്യമാരിലും, വദുരിയാത്തിനാ, ഞങ്ങളുടെ മക്കളിലൂടെയും, ഖുർറത അയ്യുൻ, കൺകുളിർമ നൽകണേ അല്ലാ. എന്താണ് കൺകുളിർമ? എന്താണ് സമാധാനം? എന്താണ് സന്തോഷം എന്ന് പറയുന്നത്? അൽഹംദുലില്ലാഹ്, ഇവിടെ ഇരിക്കുന്ന ഈ ഹാഫിളുകളുടെ ഉമ്മമാരുണ്ടാകാം, മുതഅല്ലിമീങ്ങളുടെ മാതാക്കൾ ഉണ്ടാകാം. ചെറുപ്പത്തിലെ ഇവിടെ ഇരിക്കുന്ന ഈ സദസ്സി വേദിയിൽ നിന്ന് ഒരു പ്രിയപ്പെട്ട പിതാവ് പറഞ്ഞു, സാറേ, എന്റെ മോൻ ദാറുൽ ഹുദയിലെ ഇന്നാലിന്ന ക്ലാസ്സിൽ പഠിക്കുകയാണ്. എന്റെ പിതാവ് ചെറുപ്പകാലത്ത് എന്നെ കൊണ്ടുപോയി 5ാം ക്ലാസ് കഴിഞ്ഞ ഉടനെയാണ് സ്ഥാപനങ്ങളിൽ കൊണ്ടുപോയാക്കുക. സ്ഥാപനങ്ങളിൽ കൊണ്ടുപോയാക്കി തിരിച്ചു വരുമ്പോ എന്റെ പിതാവിനോട് പിന്നീട് പറഞ്ഞിട്ടുണ്ട്, നിന്നെ ആ സ്ഥാപനത്തിലാക്കി വരുമ്പോൾ എടാ ഉപ്പാക്ക് ബസ്സിന്റെ ബോർഡ് വായിക്കാൻ കഴിയുമായിരുന്നില്ല, കണ്ണ് നിറഞ്ഞൊലിക്കുകയായിരുന്നു. കുഞ്ഞു മക്കളെ സ്വപ്നം കണ്ട് വളർത്തുകയാണ് മാതാപിതാക്കൾ. നന്മയുടെ വഴിയിൽ കൊണ്ടുവന്നാക്കാൻ ഈ കുഞ്ഞു മക്കൾ എങ്ങനെ ഹാഫിളീങ്ങളാകും? ചെറുപ്പത്തിലെ അടർത്തി മാറ്റാൻ അത് ഉമ്മാക്ക് ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല.
ബാപ്പാക്ക് സ്നേഹമില്ലാഞ്ഞിട്ടല്ല, ചെറുപ്രായത്തിലെ മക്കളെ അവർ അടർത്തി മാറ്റിയിട്ട് പരിശുദ്ധമായ ദീനിന്റെ കലാലയങ്ങളിലേക്ക് പറഞ്ഞയച്ചിട്ട് സ്വപ്നം കാണാൻ. എന്താണ് സ്വപ്നം? റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയ്യുൻ. പടച്ചവനേ, ഞങ്ങളുടെ മക്കളിലൂടെ, ഞങ്ങളുടെ അനന്തരാവകാശികളിലൂടെ നീ കൺകുളിർമ നൽകണേ അല്ലാഹ്.